ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂരിൽ സുരേഷ് ഗോപിയിലൂടെ ചരിത്ര വിജയം നേടിയതിന് പിന്നാലെ കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലും ബി.ജെ.പി തങ്ങളുടെ മുന്നേറ്റം തുടരുകയാണ്. ഒരു കോർപ്പറേഷനും 2 നഗരസഭകളും പിടിച്ചെടുത്ത ബി.ജെ.പി കേരളത്തിലെ രാഷ്ട്രീയ ചിത്രം മാറ്റിമറിച്ചു എന്ന് നിസ്സംശയം പറയാം. കേവലം വിജയം എന്നതിലുപരി കേരളത്തിൽ തങ്ങളുടെ മത്സരം കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനും പതിറ്റാണ്ടുകളായി കേരളം ഭരിക്കുന്ന UDF-നും LDF-നും കാര്യങ്ങൾ കടുപ്പമാക്കാനും ഇത്തവണ ബി.ജെ.പിക്ക് കഴിഞ്ഞു. കേരളം പിടിക്കാനുള്ള കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ബി.ജെ.പി ശ്രമിച്ചിരുന്നുവെങ്കിലും വോട്ടുകൾ കുറയുന്ന കാഴ്ചയാണ് പലപ്പോഴും കണ്ടിരുന്നത്. എന്നാൽ തലസ്ഥാനത്തെ കോർപ്പറേഷൻ ഭരണം പിടിച്ചതിലൂടെ ബി.ജെ.പി കൂടുതൽ ശക്തി ആർജിച്ചു എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. കേരളത്തിന്റെ മറ്റ് ഭാഗങ്ങളിൽ UDF-ന് അനുകൂലമായി വീശിയ രാഷ്ട്രീയ കാറ്റ് തിരുവനന്തപുരത്ത് പക്ഷേ ബി.ജെ.പിയോട് ചേർന്നാണ് വീശിയത്. കഴിഞ്ഞ 5 തവണയായി കേവല ഭൂരിപക്ഷത്തോടെ ഭരിക്കുകയും 3 പതിറ്റാണ്ടിലേറെയായി കോർപ്പറേഷനിൽ ആധിപത്യം പുലർത്തുകയും ചെയ്ത CPM-നെ ഞെട്ടിച്ചുകൊണ്ട് ബി.ജെ.പി 50 സീറ്റുകൾ നേടിയെടുത്തു. CPM-ന് ഇത്തവണ 29 സീറ്റുകളിലേക്ക് ഒതുങ്ങേണ്ടി വന്നു. 2020-ലെ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയുടെ വളർച്ച തടയാനായി മതേതര ചിന്താഗതിയുള്ള വോട്ടർമാർക്ക് കഴിഞ്ഞിരുന്നു. ബി.ജെ.പി വിജയം നേടാൻ സാധ്യതയുണ്ടായിരുന്ന പുന്നക്കരി, പട്ടം, വട്ടിയൂർക്കാവ് തുടങ്ങിയ UDF ശക്തി കേന്ദ്രങ്ങളിലെ വോട്ടുകൾ പോലും അന്ന് CPM-ലേക്ക് ഒഴുകിയെത്തി. ആറ്റുകാൽ, കമലേശ്വരം പോലുള്ള ബി.ജെ.പി കോട്ടകളിൽ പരമ്പരാഗത കോൺഗ്രസ് വോട്ടുകൾ LDF സ്ഥാനാർത്ഥികൾക്ക് ലഭിച്ചു. അതുകൊണ്ട് തന്നെ 2015-നേക്കാൾ മികച്ച വിജയമാണ് 2020-ൽ CPM-ന് നേടാൻ കഴിഞ്ഞത്. എന്നാൽ ഇത്തവണ ബി.ജെ.പിയെ തടഞ്ഞു നിർത്തേണ്ട ആവശ്യമില്ലെന്ന് വോട്ടർമാർ ചിന്തിച്ചു എന്നാണ് ഫലങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. കാലഹരണപ്പെട്ട സ്ഥിരം തിരഞ്ഞെടുപ്പ് ഫോർമുലകൾ ബി.ജെ.പി ഇത്തവണ പൂർണ്ണമായും ഒഴിവാക്കി. പ്രചാരണം പൂർണ്ണമായും വികസനത്തിൽ കേന്ദ്രീകരിച്ചു. വികസിത കേരളം എന്നതായിരുന്നു പ്രധാന മുദ്രാവാക്യം. തിരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടത്തിൽ സംസ്ഥാന പ്രസിഡന്റ് നേരിട്ട് നഗരപ്രദേശങ്ങളിലെ വോട്ടർമാരുമായി വികസിത ചർച്ചകൾ നടത്തി. പാർട്ടിയുടെ സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ പ്രചാരണവും ഈ വാഗ്ദാനങ്ങൾക്ക് വോട്ടർമാർക്കിടയിൽ വിശ്വസ്തത കൂട്ടി. വോട്ടർമാർക്ക് QR കോഡ് പതിച്ച വോട്ടർ സ്ലിപ്പുകളാണ് ആദ്യമായി നൽകിയത്. രാജീവ് ചന്ദ്രശേഖരന്റെ സന്ദേശത്തിലേക്കും വോട്ടർ ബൂത്തിലേക്കുള്ള വഴി കാണിക്കുന്ന Google മാപ്സിലേക്കും ഇത് ലിങ്ക് ചെയ്തിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷന് പുറമെ പാലക്കാട്, തൃപ്പൂണിത്തറ നഗരസഭകളിലും ബി.ജെ.പിക്ക് നേട്ടം കൊയ്യാൻ കഴിഞ്ഞു. 53 വാർഡുകളുള്ള തൃപ്പൂണിത്തറ നഗരസഭയിൽ ഒരു സീറ്റിന്റെ നേരിയ ഭൂരിപക്ഷത്തിൽ ബി.ജെ.പി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറി. 21 സീറ്റുകൾ നേടിയ ബി.ജെ.പി ഭരണകക്ഷിയായ LDF-നെ 20 സീറ്റുകളുമായി രണ്ടാമതാക്കി. പാലക്കാട് നഗരസഭയിലും ഏറ്റവും വലിയ ഒറ്റകക്ഷി ബി.ജെ.പിയാണ്. 53 വാർഡുകളുള്ള ഇവിടെ ബി.ജെ.പി 25 വാർഡുകളിലും UDF-ന് 17 വാർഡുകളിലും LDF 8 വാർഡുകളിലും വിജയിച്ചു. 3 സ്വതന്ത്രരിൽ 2 പേർ LDF സ്വതന്ത്രരാണ്. 2015-ൽ 15 സീറ്റുകളും 2020-ൽ 28 സീറ്റുകളും നേടിയ പാലക്കാട് നഗരസഭ കേരളത്തിൽ ബി.ജെ.പി ആദ്യമായി ഭരണത്തിലേറിയ നഗരസഭയാണ്. ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാത്തതിനാൽ LDF-ഉം UDF-ഉം സ്വതന്ത്രരും കൈകോർത്താൽ ഭരണം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെങ്കിലും അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ പാലക്കാട് നഗരസഭയിൽ ബി.ജെ.പി ഹാട്രിക് നേടും. 2020-ൽ ആകെ 12 പഞ്ചായത്തുകൾ മാത്രമാണ് ബി.ജെ.പിക്ക് ഉണ്ടായിരുന്നത്. എന്നാൽ ഇത്തവണ അത് 26 ഉയർത്തിയിട്ടുണ്ട്. എങ്കിലും ബ്ലോക്ക് പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തിനും ഇക്കുറിയും അക്കൗണ്ട് തുറക്കാൻ ബി.ജെ.പിക്ക് സാധിച്ചില്ല. ഭരിച്ചിരുന്ന പന്തളം നഗരസഭ നഷ്ടമായത് പാർട്ടിക്ക് ക്ഷീണമാണ്. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിനും തിരുവനന്തപുരം കോർപ്പറേഷനും നൽകുന്ന ആത്മവിശ്വാസത്തിലാകും ഇനി നിയമസഭാ തിരഞ്ഞെടുപ്പിനായി ബി.ജെ.പി ഒരുങ്ങുന്നത്.